അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ദിക്റുല്ലാഹ്, അള്ളാഹുവിനെ നാം സ്മരിക്കുക. അള്ളാഹു തആലയെപ്പറ്റി നാം കൂടുതൽ അറിയുവാനും നാം ശ്രമിക്കുക. സസ്യങ്ങൾ വളരുന്നതും എല്ലാം അള്ളാഹു തആല ഉണ്ട് എന്നതിൻ്റെ തെളിവാണ്. നമ്മെ പരിപാലിച്ച് വളർത്തുന്നതും അള്ളാഹു തആലയാണ്. മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് നോക്കിയാൽ അവൻ്റെ റബ്ബിനെ അറിയാവുന്നതാണ്. അങ്ങനെ നാം മഅരിഫത്തുല്ലാഹ്, അള്ളാഹുവിനെ നാം അറിയുവാൻ നാം ശ്രമിക്കുക. അങ്ങനെ നാം അള്ളാഹു റബ്ബുൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിനെയാണ് നാം ഏറ്റവും അധികം സ്നേഹിക്കപ്പെടേണ്ടത്. പിന്നീട് ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കുവാൻ കാരണക്കാരനായ റഹ്മത്തുൽ ആലമീൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നമുക്ക് ഈ ദീനുൽ ഇസ്ലാം ഇവിടെ പൂർത്തീകരിച്ച് തന്നിട്ടുള്ളത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അള്ളാഹുവിനെ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റിയുമുള്ള ഈ രണ്ട് ഷഹാദത്തിനെയും നാം പൂർത്തീകരിക്കുക. അങ്ങനെ നാം അത്തിഉല്ലാഹ വ റസൂലഹു, അള്ളാഹുവിനെയും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും നാം കൂടുതൽ അറിയുവാനും അള്ളാഹുവിനെ പറ്റി മനസ്സിലാക്കുവാനും നാം ശ്രമിക്കുക. അങ്ങനെ നാം ഈമാൻ കാര്യങ്ങളെയും ഇസ്ലാം കാര്യങ്ങളെയും അറിയുകയും അതറിഞ്ഞ് പ്രവർത്തിക്കുവാനും നാം ശ്രമിക്കുക. അങ്ങനെ നാം ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് നാം മടങ്ങുകയും ചെയ്യുക. മൂസാ നബി അലൈഹിസ്സലാം പോലും പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു മെമ്പറാവാനാണ് അവിടുന്ന് ആഗ്രഹിച്ചിട്ടുള്ളത് എങ്കിൽ നാമും അള്ളാഹുവിനെയും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും പിൻപറ്റുവാനും ഇത്തിബാഉ സുനനി റസൂലില്ലാ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിനെ നാം ഹയാത്താക്കുവാനും നാം ശ്രമിക്കുക. അങ്ങനെ നാം ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് നാം മടങ്ങുകയും തഖ്വൽ ഇലാഹി മദാറു കുല്ലി സആദത്തി, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളത് എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനമാണ് എന്നാണ് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്. എങ്കിൽ അങ്ങനെ നാം ലില്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രീതിയിലായിട്ട് നാം ജീവിക്കുവാൻ നാം ശ്രമിക്കുക. അള്ളാഹു തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു തആല കബൂലാക്കുകയും ചെയ്യുമാറാകട്ടെ.